വേദിയിലിരിക്കുന്നവർക്കും കുട്ടികൾക്ക് നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോചനം നടക്കുകയാണുണ്ട്. 5:30 അമ്പലത്തിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ഈ യോഗം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇദ്ദേഹത്തിനെ കുട്ടനാട്ടിൽ വന്നപ്പോഴാണ് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അല്ലാതെ ഇതൊക്കെ യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഇദ്ദേഹത്തിന് ആദ്യം ഇതിനോടൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ഗുരുവിനെ കണ്ടു, സേനാജൻ സാറിനാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലാണ് പിന്നെ പഠിച്ചത്. ഞാൻ പണ്ട് കൊട്ടാരത്തിൽ ഒരുപാട് ഇങ്ങനെ ജ്യോത്സ്യന്മാരും കൈനോട്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ വര മുൻകൂട്ട് നല്ലോണം പഠിക്കും. ഞാൻ ആ വര പേനായിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ കുളിക്കുമ്പോ മാഞ്ഞു പോകുന്നല്ലാതെ പഠിത്തം എനിക്ക് വലിയ നന്നായിട്ടില്ല. എന്നാലും ഹസ്തരേഖ എല്ലാത്തിലും സത്യമുണ്ട്. നമ്മൾ യഥാർത്ഥമായ ആൾ അത് പറഞ്ഞു തരുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ഫലമായിട്ട് കിട്ടുന്നത്. വാസ്തുവായാലും ഹസ്തരേഖയായാലും ജാതകമായാലും ജ്യോതിഷമായാലും എല്ലാം സത്യമാണ്. എണീക്കുമ്പോൾ വലത് വശം തിരിഞ്ഞെണീക്കുക. ഇത് ഇടത് വശം ശ്രീതെഴുന്നത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങള് വലത്തോട്ട് തിരിഞ്ഞ് ഭൂമി ദേവിയെ തൊട്ടുകിട്ട് സമുദ്രവസന ദേവി എന്നുള്ള ശ്ലോകം ചോദിച്ച് തൊട്ടുകണ്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞേക്കുക. നാളെ തൊട്ട് ഞാനും ഒരു ശ്രീ എഴുതിയിട്ട് എണീക്കാൻ നോക്കട്ടെ. എന്റെ പല്ലിതേക്കുന്ന മന്ത്രം എനിക്ക് പിടിയിട്ടില്ല, ഞാൻ പിന്നെ മനസ്സിലാക്കിക്കോളാം. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ റിവ്യൂ നോക്കിയിട്ട് അദ്ദേഹം RCC പോയിട്ട് ഒരുപാട് പേരുടെ കൈ നോക്കിയിട്ടും സിമിലർ ഡിസീസസ് ഉള്ളവരുടെ ഹസ്തരേഖ സെയിം ആയിരുന്നില്ലേ. അപ്പോ മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു അസുഖം നേരത്തെ കുട്ടിക്കാലത്ത് നമുക്ക് കൈകൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്താൽ ഒരുപാട് പേർക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പുസ്തകം എല്ലാവരും മനസ്സിലോട്ടും നല്ല വെളിച്ചം കടത്തി തരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ എല്ലാം വെളിച്ചമാണ്. ജ്യോതിഷം എന്ന് വെച്ചാൽ വെളിച്ചമാണല്ലോ. ജ്യോതി ഇരിക്കുന്ന സ്ഥലം ജ്യോതിഷമാണല്ലോ. എല്ലാം നല്ല പ്രകാശം നമ്മളെ നല്ല സ്ഥലത്തോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ ആശംസകൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാൻ കഴിഞ്ഞാലും എന്നെ വിളിച്ചതിലും വളരെ സന്തോഷമുണ്ട്. 5:30 പോകേണ്ടതാണ്. അധികം കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാനും എന്റെ ജീവിതത്തിൽ ഒറ്റ പുസ്തകമേ എഴുതിയിട്ടുള്ളതല്ല, അതൊരു ട്രാവൽ ലോഗാണ്. അത് അദ്ദേഹത്തിന് അറിയാം. നമ്മുടെ തിരുമാതാറിനറിയാം. ഞാനും നമ്മുടെ മനോരമയിലെ ജയചന്ദ്രൻ സാറുമായിട്ടാണ് പോയത്, ഒരു ആദി കൈലാസ് യാത്ര. അത് പക്ഷെ കൂടുതലും പിക്ചേഴ്സും കാര്യങ്ങളുമാണ്. പിന്നെ അടുത്ത ഒരു പുസ്തകം കൂടെ ഇപ്പോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഇങ്ങനത്തെ യാത്രകളുടെ ഒരു ട്രാവൽ ലോഗാണ്. തുങ്കനാഥ് പോയതിന്റെ പിന്നെ മുക്തിനാഥ് രണ്ടും കൂടെ ചേർത്ത് ക്ലബ് ചെയ്ത് മിക്കവാറും അടുത്ത മാസം റെഡിയാവും. ഒരു പുസ്തകം എഴുതാന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ